ഒരു ഗ്ലോബൽ പാൻഡമിക്കായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി GERD സിംറ്റംസ് ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡെയിലി നമുക്ക് OP-യിൽ പ്രാക്ടീസിലും കൂടുതലായിട്ട് ഇപ്പം GERD സിംറ്റംസ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് GERD കൂടുതലായിട്ട് കാണുന്നുണ്ട്. എക്സർസൈസ് കൃത്യമായിട്ട് ചെയ്യാത്ത ആൾക്കാർക്ക്, അപ്പോൾ അതുപോലെയുള്ള ആൾക്കാർക്കെല്ലാം ഇപ്പോൾ GERD സിംറ്റംസ് കൂടുകയാണ്. നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴും നല്ല രീതിയിൽ അവിടെ ചേഞ്ചസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിംറ്റംസ് ഉള്ളവർക്ക് ചിലപ്പം എൻഡോസ്കോപ്പിക് ഫൈൻഡിങ്സ് കാണണമെന്നില്ല. അതേസമയം എൻഡോസ്കോപ്പിക് ഫൈൻഡിങ്സ് ഉള്ളവർക്ക് സിംറ്റംസും ഇല്ല, അങ്ങനെയും കാണാറുണ്ട്. അപ്പോൾ എന്നിരുന്നാലും GERD സിംറ്റംസ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കാനുള്ള ഓർഗങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മൾ ബുദ്ധിമുട്ട് ഉള്ള സമയത്ത് പാനോപ്രസോളോ മിപ്രസോളോ അതുപോലുള്ള ടാബ്ലറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും. കഴിച്ചിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നതനുസരിച്ച് പിന്നെ നമ്മളത് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനും ശ്രമിക്കും.